സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. അമ്മൂച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇന്ന് പറയാൻ പോകുന്ന ഐറ്റം മഹാരാഷ്ട്രൻസിന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡായ കാന്ത പോഹ, അതായത് അവിൽ ഉപ്മാവ്. അതെങ്ങനെ ഉണ്ടാക്കാതിനെ പറ്റിയാണ് വിവരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വരുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ലെറ്റ് us start. സോ നമുക്ക് അവിൽ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കാം, അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കട്ടിയുള്ള വെളുത്ത അവിൽ 1/2 കിലോ എടുക്കുക, വലിയ ഉള്ളി 3 എണ്ണം, പൊട്ടാറ്റോ 1 എണ്ണം, നിലക്കടല 100 ഗ്രാം, ജീരകം 2 ടീസ്പൂൺ, കടുക് 2 ടീസ്പൂൺ, എണ്ണ 100 ഗ്രാം, പച്ചമുളക് 6 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കരിവേപ്പില 2 കതിര്, മല്ലിയില ചെറിയ പഞ്ച്, ഉപ്പ് ആവശ്യത്തിന്. സ്ട്രെയിനിങ് പാത്രത്തിൽ അവിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിൽ നന്നായി വെള്ളം വാരാൻ വെക്കണം. ഉള്ളിയും പൊട്ടറ്റയും പൊടിയായി അരിഞ്ഞു വെക്കണം. അതുപോലെ പച്ചമുളക് നടുവിൽ കീറി അതും വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. പാൻ എടുത്തതിന് ശേഷം കുക്കിംഗ് ഓയിൽ 100 ഗ്രാം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി ചൂടാകുമ്പോൾ കടുക് അതിലേക്ക് ഇടാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ജീരകവും 2 ടീസ്പൂൺ അതിലിടാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ, അടിപ്പിടിക്കരുത്. അതിനുശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ലേശം ഉപ്പും അതിൽ വിതറാം. കാരണം ഉപ്പിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാറ്റോ ക്രിസ്പി ആവാനാണ്. പൊട്ടാറ്റോ ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആവുന്ന വരെ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. അതിനുശേഷം നമുക്ക് നിലക്കടല അതിലേക്ക് ചേർക്കാം. നിലക്കടല നന്നായിട്ട് വറുത്ത് വരണം. അതിനുശേഷം പച്ചമുളക്, കറിവേപ്പില അതും കൂടെ നമുക്ക് ഇല ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇനി അരിഞ്ഞു വെച്ച ഉള്ളിയും നമുക്കതിലേക്ക് ചേർക്കാം. ഉള്ളി മൂത്ത് വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൽ ചേർക്കണം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കരുത്. അതുകൂടാതെ ആവശ്യത്തിന് ചെറുതായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ അതിൽ ആഡ് ചെയ്യാം. എത്രയാണ് ആവശ്യം അത്ര ചേർത്താൽ മതി. എന്നിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാൻ ചെറുതായിട്ടൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവസാന ഘട്ടത്തിൽ നമുക്ക് നീങ്ങാം. അവസാനമായി നനച്ചു വെച്ച അവിൽ ചെറുതായിട്ട് നമുക്ക് കൈകൊണ്ട് ഉലർത്തി കൊടുത്ത് പാനിലേക്ക് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അവസാനമായി നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിയില അതിലേക്ക് നന്നായി വിതറി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്യാം. സോ നമ്മുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. കഴിക്കാൻ റെഡിയായി. സേവ് യൂസ് ചെയ്യാറുണ്ട്. ചിലരതിൽ ചിരകിയ നാളികേരം വിതറാറുണ്ട്. പിന്നെ ചില ആൾക്കാരതിൽ നാരങ്ങയും പിഴിയാറുണ്ട്. വളരെയധികം പോഷകമൂല്യമുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് തന്നിരിക്കുന്നത്. എൻജോയ് ഇറ്റ്. Thank you so much and see you on next video.
Thank you once again. God bless you everyone.